ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഇരുട്ടിനെ, അന്ധകാരത്തെ അകറ്റുന്നു, സർവപാപങ്ങളെയും അകറ്റുന്നു ആ ഭാസ്കരനെ, സൂര്യഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നവഗ്രഹത്തിൽ ജപാകുസുമ സങ്കാശം എന്ന ഈ ആദ്യത്തെ ശ്ലോകം ആദ്യത്തിൻ്റെ പ്രാർത്ഥന ശ്ലോകമാകുന്നു. ഇവിടെ നാം ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മിഥുന മാസത്തിൽ നിന്നും മിഥുനം 32-ാം തീയതി 32 ദിവസം കഴിഞ്ഞ് കർക്കിടകത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുകയാണ്. ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന സൂര്യൻ എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ സൂര്യൻ 1201 മിഥുനമാസം 32-ാം തീയതി വ്യാഴാഴ്ച, അതായത് 2026 ജൂലൈ മാസം 16-ാം തീയതി രാത്രി 11:40 കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ കർക്കിടകത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഭാനോ കുളീരേ തീഷ്ണോസ്വഹ പരകാര്യകൃത് ശ്രമപഥ ക്ലേശൈശ്ച സംയുജ്യതേ. കുളീരേ, കർക്കിടകത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ തീഷ്ണ, താൻ തീഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കും. അസ്വഹ നാസ്തി സ്വം യസ്യ സഹ, ധനമില്ലാത്ത അവസ്ഥ, സാമ്പത്തിക വിഷയത്തിലേക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വിത്തം കുറയുക, ശ്രമവധ ക്ലേശൈഹി സംയുജ്യത, വളരെയധികം ശ്രമം, യജ്ഞങ്ങൾ, വധക്ലേശങ്ങൾ, ഇതൊക്കെ തന്നെ കർക്കിടകത്തിലെ സൂര്യൻ പ്രദാനം ചെയ്യും. നല്ലൊരു ഫലമാണോ? നല്ല ഫലമല്ല. ഇവിടെ നാം ശ്രദ്ധിക്കണം, സൂര്യൻ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഉത്തരായണത്തിലെ സൂര്യൻ ബലവാനാണ്. മകരം മുതൽ മിഥുനം വരെയുള്ള 6 മാസങ്ങളാണ് ഉത്തരായന മാസം. കർക്കിടകം മുതൽ ധനു വരെയുള്ള 6 മാസങ്ങളാണ് ദക്ഷിണായന മാസം. ദക്ഷിണായനത്തിൽ സൂര്യൻ ദുർബലമാണ്. ഈ കർക്കിടക മാസത്തിലാണ് അങ്ങേയറ്റം വറുതിയുടെ, ക്ലേശങ്ങളുടെ, പ്രയാസങ്ങളുടെയൊക്കെ കർക്കിടക മാസ പിറവി. നാം പിതൃകർമ്മം അനുഷ്ഠിക്കുന്ന ഏറ്റവും മഹത്തായ പിതൃക്കളെ സന്തോഷിപ്പിച്ച് അവരെ സ്വർഗലോകത്തിലേക്ക് അയക്കുന്ന മാസമാണ് കർക്കിടക മാസം. അപ്രകാരം തന്നെ വറുതിയുടെ മാസമാണ്. ധാരാളം ക്ലേശങ്ങളും പ്രശ്നങ്ങളും കർക്കിടക മാസത്തിൽ സംഭാവ്യമാണ്. അതിനാൽ സൂര്യൻ്റെ കർക്കിടക രാശിയിലുള്ള ആശ്രയഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന അത്ര ഗുണമല്ല. അനാവശ്യമായ വീറും വൈരാഗ്യവും വാശിയുമൊക്കെ പ്രകടിപ്പിക്കുക, തനിക്ക് യാതൊരു പരിചയവുമില്ലാത്ത കഠിനാധ്വാനത്തിലേക്ക് പ്രവേശിച്ച് അതിലൂടെ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ അനുഭവിക്കുക, ധനപരമായ വിഷയത്തിൽ അപൂർണത ഉണ്ടാവുക, ഇതൊക്കെ സംഭവിക്കുന്ന മാസമാണ് കർക്കിടക മാസം. അതിനാൽ വളരെ ജാഗ്രത ഈ കർക്കിടക മാസക്കാലം പുലർത്തേണ്ടിയിരിക്കുന്നു എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ. നാം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ കർക്കിടക മാസത്തിലുള്ള ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യുന്നു. നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ ഫലങ്ങൾ ശ്രദ്ധിക്കാം. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മകരൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് 7-ാം ഭാവത്തിലാണ്. ഏത് ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ? 8-ാം ഭാവാധിപനാണ്, അഷ്ടമാധിപനാണ്. അഷ്ടമാധിപനായ ഗ്രഹം 7-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. 7-ാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുമ്പോൾ പാപേ സപ്തമകെ കളത്ര മരണം രോഗോ വിയോഗോസ്യവ. അഷ്ടമാധിപനായ ഗ്രഹം 7 നിൽക്കുമ്പോൾ ഗൗരവമാണ്. ഭാര്യയ്ക്ക് രോഗം ഉണ്ടാവുക, ഭാര്യാവിരഹം, ഭാര്യ നശിച്ചു പോവുക. ഭർത്തുവ, സ്ത്രീക്കാണെങ്കിൽ തൻ്റെ ഭർത്താവിന് രോഗാദി അരിസകൾ വരും. ഗമന അന്തരായ, യാത്ര പുറപ്പെട്ടാൽ വിഘ്നങ്ങൾ ഉണ്ടാവുക, യാത്ര പോയി തിരിച്ചു വരാതിരിക്കുക. ഉദയാസുൽ മൂത്രഗച്ഛാദിയ, മൂത്രതത്വങ്ങൾ ശ്രദ്ധിക്കണം. യൂറോളജിയെ വളരെ ശ്രദ്ധിക്കണം. യൂറോളജിയുമായി ബന്ധപ്പെടുന്ന മൂത്രാശയങ്ങളുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ, മൂത്രത്തിൽ കല്ല് വരിക, അപ്രകാരം സ്ത്രീകൾ ശ്രദ്ധിക്കണം. യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാവും.
ഇതൊക്കെ വളരെ നടക്കും. പല്ലുകളെയാണ് അതിനേക്കാളും ശ്രദ്ധിക്കേണ്ടത്. പല്ലുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. രഥവൈകൃത്യകരാച്ചത്തെ സപ്തമേ, പല്ലുകൾക്ക് രോഗാദി അരിഷ്ടതകൾ വരും. അതിനാൽ ശാരീരിക വിഷയത്തിൽ വളരെ ജാഗ്രത പാലിക്കേണ്ട മാസമാണ് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസം. സ്ത്രീമൃഗത പരിഭവം മതകെ പതങ്കെ, ഏഴിൽ സൂര്യൻ വരുമ്പോഴും ശനി വരുമ്പോഴും ചൊവ്വ വരുമ്പോഴും സ്ത്രീകൾക്ക് പരിഭവം ഉണ്ടാകുമെന്ന് ഹോരാചാര്യൻ ഫലം പറഞ്ഞിരിക്കുന്നു. ഇവിടെ ചമത്കാരി തമിഴിൽ പറഞ്ഞ ഫലം എന്താണ്? ദ്യുനാഥോ യഥാദ്യുന യാദോദരസ്യ പ്രിയാതാപനം പിണ്ട പീഡാചിന്ത. ദ്യുനാഥൻ, പകലിൻ്റെ നാഥൻ, ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പ്രിയാതാപനം, തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് താപനം, ദുഃഖമുണ്ടാകും. പിണ്ടപീഡാച ചിന്ത. പിന്നീടോ ഭവേ തുച്ഛലബ്ധിർ ക്രയേ വിക്രയേവി, ക്രയവിക്രയത്തിൽ വാങ്ങൽ കൊടുക്കൽ വ്യാപാരത്തിൽ തുച്ഛമായ വരവ് മാത്രമേ ലഭിക്കുകയുള്ളൂ, വലിയ ലാഭമുണ്ടാവുകയില്ല. പ്രതിസ്പർദ്ധയാ നേതി നിദ്രാം കഥാചിത്, തൻ്റെ ശത്രു കാരണം തനിക്ക് ഉറങ്ങുവാൻ കഴിയും. ശത്രുദോഷത്തിൻ്റെ അങ്ങേയറ്റത്ത് ബുദ്ധിമുട്ടുണ്ട്. നിർബന്ധമായും മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കണം മകരൻ രാശിക്ക്. ദാമ്പത്യത്തിൽ നിർബന്ധമായി ഐക്യമത്യ അർച്ചന ചെയ്യണം. ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ദൃഢതക്കായി ഐക്യമത്യ അർച്ചന ചെയ്യുക. ഇവിടെ ഏഴാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുമ്പോൾ മധുരേ പാപസമേതേ ദാഹാധികമി ഗൃഹസ്യ ഭാര്യയായ, ഭാര്യയുടെ വീട്ടിൽ തീ കൊണ്ട് തീപിടുത്തമുണ്ടാകും. ഭാര്യയ്ക്ക് രോഗാദി അരിഷ്ടകൾ വരും. ഇപ്പോൾ കർക്കിടക മാസത്തിൽ പലപ്പോഴും തടി ആരോഗ്യം നന്നാക്കാൻ സ്വന്തം വീട്ടിൽ പോകും സ്ത്രീകൾ. ഈ സമയത്ത് മകരൻ രാശിക്കാരുടെ ഭാര്യമാർ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മകരൻ രാശിക്കാരായ ഭാര്യമാരുടെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം തീ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ. ഞാൻ പറഞ്ഞു യൂറിനറി, ഗൈനിക്, പല്ലുകളുമായിട്ട് ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ തന്നെ ബുദ്ധിമുട്ട്. അങ്ങേറ്റം ശത്രുദോഷം വരും. മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്ന അതിനാണ്. സർവരുചാം ശാന്തയെ വിധേയം സ്യാത്, എല്ലാ രോഗത്തിനെയും ശാന്തിക്കും നല്ലതാണ് മൃത്യുഞ്ജയം. തീവ്രതരെ ആഭിചാരേ, അതിതീവ്രമായ ശത്രുദോഷ പരിഹാരവുമാണ് മൃത്യുഞ്ജയം എന്നറിയുന്നത്. ഏതായാലും പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക. അധോമുഖ രാശിയാണ്. രാത്രി വാഹനങ്ങൾ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. രാത്രി ഈ കർക്കിടക മാസത്തിൽ അപകടങ്ങൾ ഉണ്ടാവുക, വഴിയിൽ വെച്ചിട്ട് ആരാലും ആക്രമിക്കപ്പെടുക, അങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ജാഗ്രത തന്നെ പാലിക്കുക എന്ന് പ്രത്യേകം സ്പർശിക്കട്ടെ. നന്ദി.